ഹായ് ഫ്രണ്ട്സ്, ക്യാപ്റ്റൻ മില്ലർ, ഡയറക്ടർ അരുൺ മാതേശ്വരൻ. ഇദ്ദേഹം മുൻപ് സംവിധാനം ചെയ്ത രണ്ട് പടങ്ങൾ, റോക്കി ഞാൻ കണ്ടിട്ടില്ല, സാനി കായികം അത്യാവശ്യം വയലൻസ് ഒക്കെയുള്ള ഒരു പടമായിരുന്നു. അതും എന്നെ സംബന്ധിച്ച് ആവറേജ് അനുഭവമായിരുന്നു. ഇനി ക്യാപ്റ്റൻ മില്ലറിലേക്ക് വന്ന അത് കാണാനുള്ള ഒരേ ഒരു കാരണം ധനുഷാണ്. പടത്തിന്റെ മെജോറിറ്റി റിവ്യൂസും എക്സലന്റ് എന്നുള്ള ആ ഒരു വെർഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം അമിത പ്രതീക്ഷയോടെയാണ് പടം കാണാൻ കയറിയത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ക്യാപ്റ്റൻ മില്ലർ ഒരു എബോ ആവറേജ് അനുഭവമാണ്. ഇതൊരു പീരിയോഡിക് ആക്ഷൻ ഡ്രാമയാണ്. 1930കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നടക്കുന്ന ചില സ്വാതന്ത്ര്യ സമരം പോലെയുള്ള സംഭവങ്ങളും ജാതി വ്യവസ്ഥക്കെതിരെയുള്ള കുറച്ച് പോരാട്ടങ്ങളുമാണ് പടത്തിന്റെ പ്ലോട്ട്. പ്ലോട്ടൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആക്ഷൻ ഡ്രാമ പോലുള്ള ഒരു ജോണറിൽ എലിവേഷൻ സീനുകളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. പ്രത്യേകിച്ച് പ്രേക്ഷകന് രോമാഞ്ചം തരുന്ന സീനുകൾ എന്തായാലും വേണം. അത് ഈ പടത്തിൽ മിസ്സിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരു സീനുണ്ട്, നമ്മുടെ ഒരു അവഞ്ചേഴ്സ് റെഫറൻസ് വരുന്ന ആ ഒരു ടൈപ്പ് സീന്, തോറും അയൺമാനും ക്യാപ്റ്റൻ അമേരിക്കയും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ടൈപ്പ് സീന് ഈ പടത്തിൽ വളരെ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ രക്ഷിക്കുന്നത് ജി.വി. പ്രകാശ് കുമാറിന്റെ മ്യൂസിക്കാണ്. അദ്ദേഹമാണ് ഈ പടത്തിന്റെ ക്യാപ്റ്റൻ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. ധനുഷിനൊക്കെ 2ാം സ്ഥാനം മാത്രമേ വരുന്നുള്ളൂ. പല ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും അദ്ദേഹം ഉടനീളം കൊടുക്കുകയാണ്. അതിപ്പോ ഫൈറ്റ് സീനിലായിക്കോട്ടെ, ജസ്റ്റ് കൺവേഴ്സ് ചെയ്യുന്ന സീനുകളിലായിക്കോട്ടെ, ഇമോഷണൽ സീനുകളിലായിക്കോട്ടെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് BGMs GVP ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. ജയിലർ ഇറങ്ങിയ സമയത്ത് ആരോ പറയുന്നത് കേട്ടു, അനിരുദ്ധിന്റെ മ്യൂസിക് ഇല്ലെങ്കിൽ പടം വെറും ആവറേജ് ആണ്. അതേ അവസ്ഥയാണ് ഇവിടെ എനിക്ക് തോന്നിയത്. GVPയുടെ മ്യൂസിക് ഇല്ലെങ്കിൽ ക്യാപ്റ്റൻ മില്ലർ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് അനുഭവമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. GVP കഴിഞ്ഞാൽ പടത്തിലെ താരം ധനുഷാണ്. അദ്ദേഹം കർണനിലും അസുരനിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടോ അതേ ടെംപ്ലേറ്റ് സാധനം തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നമുക്ക് മടുക്കുന്നില്ല, കാരണം അത്ര നല്ല രീതിയിൽ ഗംഭീരമായി ധനുഷ് പെർഫോം ചെയ്തിട്ടുണ്ട്. മൂന്നാമതായി എടുത്തു പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി. ആ ഒരു റൂറൽ ഏരിയ, 1930കളിലെ റൂറൽ ഏരിയ, അവിടുത്തെ പ്രകൃതി ഭംഗി ആയിക്കോട്ടെ, കുറച്ചൊരു എന്താ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ചൊരു നിറം ഭംഗിയ രീതിയിലാണ് ഇതൊക്കെ കാണിച്ചുള്ളത്. ഒരുപക്ഷെ ആ ജനങ്ങളുടെ അവസ്ഥ കാണിക്കാൻ വേണ്ടി കൂടി ആയിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അടിപൊളി സിനിമാറ്റോഗ്രാഫി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ അത്യാവശ്യം നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചും ഇതിലെ 2 എക്സ്റ്റൻഡഡ് ക്യാമിയോസ്, ഒന്ന് ശിവരാജ് കുമാറിൻ്റെത്, 2 സന്ദീപ് കിഷൻ്റെത്. ശിവരാജ് കുമാർ ഇതിന്റെ പോസ്റ്ററിലൊക്കെ അദ്ദേഹത്തിന്റെ ചിത്രം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും മുഴുനീള കഥാപാത്രമാണ്. സന്ദീപ് കിഷന്റെ അതുപോലെ തന്നെ മുഴുനീള കഥാപാത്രമാണെന്ന് തോന്നുന്ന വിധത്തിലാണ് പോസ്റ്ററിലൊക്കെ കൊടുത്തിരുന്നത്. പക്ഷെ രണ്ടുപേരും ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ. രണ്ടുപേർക്കും എലിവേഷൻ സീന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നല്ലാതെ നമുക്കങ്ങനെ ഒരു ഭയങ്കര മാസ് എൻട്രി അങ്ങനെയൊന്നും തോന്നുന്ന വിധത്തിൽ ആ സംഭവം എത്തിയില്ല. ശിവരാജ് കുമാറിന് ഒരു മീശയൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ അദ്ദേഹത്തിനെ കുറച്ചൊരു ക്ഷീണിതനാക്കിയ പോലെ തോന്നി. ജയിലറിൽ കാണിച്ച ആ ഒരു സ്വാഗ് ഒന്നും ഇവിടെ വന്നില്ല. ചിലപ്പോൾ ഡയറക്ടർ ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരിക്കും എന്നറിയില്ല, ഇത് അത്ര ഒരു മാസ് വേണ്ടെന്ന് ഉദ്ദേശിച്ചാണോ എന്നറിയില്ല. സന്ദീപ് കിഷനെ പോലത്തെ ഒരു തമിഴിലെ ഒരു നല്ല മാസ് കാണിക്കാൻ പറ്റിയ ഒരു യൂത്തനാണ് സന്ദീപ് കിഷൻ. പക്ഷേ അയാൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തില്ല. കാമിയോ ആണെങ്കിൽ കൂടി അത് കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തത് പ്രിയങ്ക അരുൺ മോഹൻ, നായിക. അയ്യോ, 0 എക്സ്പ്രഷൻ. ഇത്ര പവർഫുൾ റോള് കിട്ടിയിട്ട് അവർക്ക് അത് കൃത്യമായി യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് തമിഴ് ഡയറക്ടേഴ്സ് മലയാളി നടിമാരെ വിളിക്കുന്നത് എന്നുള്ളത്. മഞ്ജു വാര്യർ അസുരനില്, രജീഷ വിജയൻ കർണനില്, ലിജോ മോള് ജയ്ഭീമില്, നിമിഷ സജയൻ ചിത്തയിലും ജിഗർദാണ്ട ഡബിൾ എക്സിലും എത്ര ഗംഭീര പെർഫോമൻസ് ഇവരൊക്കെ കാഴ്ചവെച്ചത്. അപ്പോൾ നമ്മുടെ നടിമാരോട് എനിക്ക് കുറച്ച് ബഹുമാനം കൂടുതൽ തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ ഇവരുടെ പ്രിയങ്ക അരുൺ മോഹന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ. ഇനിയിപ്പോൾ വില്ലൻ സൈഡ് നോക്കുന്നതാണെങ്കിൽ ബ്രിട്ടീഷുകാരായി അഭിനയിച്ചവർക്ക് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്ത്യക്കാരായ വില്ലൻസ്, മെയിൻ വില്ലൻ ജയപ്രകാശ്, ഞാൻ ആ റോള് കണ്ടപ്പോൾ ചിന്തിച്ചു, ഒന്നുകിൽ നമ്മുടെ സിദ്ദിഖ് അല്ലെ സായ്കുമാർ, തമിഴ്നാട് നാസർ, പ്രകാശ് രാജ്, ഇവരൊക്കെ ആണെങ്കിൽ വേറെ ലെവൽ കഥാപാത്രമായിരിക്കുമായിരുന്നു അദ്ദേഹം ചെയ്തത്. ഇത് വളരെ ക്ഷീണിതനായ ഒരു വില്ലൻ, അയാൾക്ക് ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സിനിമയിൽ പറ്റുന്നില്ല. പിന്നെ അയാളെ കൂടെയുള്ളത് ജോൺ ബോക്കൻ. സലാറിൽ ജോൺ വിജയ് കാണിച്ച പോലെയുള്ള ചില സൈക്കോ തരങ്ങളൊക്കെ മുഖത്തുകൊണ്ട് ഇങ്ങനെ കാണിച്ച്, അറിയില്ല എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അയാൾ കാണിച്ചത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയുള്ള ഒരു അഭിനയമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പറയേണ്ടത് കാളി വെങ്കട്. പൊതുവെ നല്ല കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യുന്ന ആളാണ് കാളി വെങ്കട്. അയാൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ ജഗതിയൊക്കെ പീരിയോഡിക് സിനിമകൾ ചെയ്യുന്ന റോളില്ല, ഒരു ശകുനി ടൈപ്പ് റോള്, കാര്യസ്ഥൻ ടൈപ്പ് റോള്, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് കാളി വെങ്കട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതും വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും തോന്നിയില്ല.
പൊതുവെ ഈ കാലത്തെ ആക്ഷൻ പടങ്ങൾ അവസാനിക്കുമ്പോൾ ഉള്ളതുപോലെ രണ്ടാം ഭാഗത്തിനുള്ള സ്കോപ്പ് ഇട്ടിട്ടാണ് പടം അവസാനിക്കുന്നത്. ഡയറക്ടർ പറഞ്ഞത് ഇതിന്റെ പ്രീക്വലും സീക്വലും ഒക്കെ വരുന്നുണ്ട് എന്നാണ്. പക്ഷെ പടം കണ്ടു കഴിയുമ്പോൾ അങ്ങനെ ഭയങ്കരമായി വെയിറ്റ് ചെയ്യാനൊന്നും, അതായത് സെക്കൻഡ് പാർട്ടിനോ അല്ലെങ്കിൽ പ്രീക്വലിനോ വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും തോന്നുന്നില്ല. ടോട്ടലായി ഒറ്റ സെന്റൻസിൽ പറയുന്നതാണെങ്കിൽ ധനുഷ് ഒഴുകിയുള്ള കാസ്റ്റിന്റെ പെർഫോമൻസും കാമിയോസിനെ കൃത്യമായി യൂസ് ചെയ്യാത്തതും എലിവേഷൻ സീനുകളുടെ അഭാവം, ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ഇതൊരു എക്സ്ട്രാ ഓർഡിനറി പടമല്ല, പക്ഷേ എബോ ആവറേജ് ആണെന്ന് എനിക്ക് തോന്നിയത്. പടം ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്, നല്ല ആക്ഷൻ സീനുകൾ ഉണ്ട്, പിന്നെ GVPയുടെ BGM, ഇതൊക്കെ ഇതിന്റെ നല്ല പോസിറ്റീവ് വശങ്ങളാണ്. അതുകൊണ്ട് തന്നെ പടം ബോക്സ് ഓഫീസിൽ നല്ല രീതിയിൽ വർക്കാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് എബോ ആവറേജ് ആകാനുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പടത്തിന് കൊടുക്കുന്ന റേറ്റിംഗ് 3.75 ഔട്ട് ഓഫ് 5.